നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആറ്റുവാശ്ശേരി കുടുംബത്തിനോട് നിനക്കിനി ഒരു ബന്ധവുമില്ല. നാളെ നേരം വെളുക്കുമ്പോ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. അച്ഛനെ ഇനി വേദനിപ്പിച്ചാലും 10 ജന്മം കഴിഞ്ഞ പോലും എനിക്ക് സമാധാനം കിട്ടില്ല. അച്ഛനല്ല, എനിക്ക് ദൈവം തന്നെയാ. അമ്മേ, ഇപ്പൊ തന്നെ ചെന്ന് ചോദിക്കണ്ടേ അവളോട്? എന്നിട്ട് അപ്പൊ എന്താ അമ്മ സംഭവിക്ക? എനിക്കും അമ്മയ്ക്കും ഒക്കെ ഇതറിയാന്ന് വരുണിന് മനസ്സിലാവില്ലേ? അപ്പൊ പിന്നെ പ്രിയങ്ക മോളെ ഉപേക്ഷിക്കാൻ അവന് എളുപ്പമല്ലേ? അമ്മ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ പറഞ്ഞത് ശരിയാ, പക്ഷെ അവളെ ഇങ്ങനെ വിട്ടുകൂടാ യശോദേ. വരുണിപ്പോ ഇവിടുന്ന് പോ. നാളെ പകല് ഞാൻ ക്ഷേത്രത്തിനടുത്ത് വരാം. താൻ വരില്ല. ഇതിപ്പോ എന്നെ ഒഴിവാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാ. വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷെ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. അമ്മയോ മുത്തശ്ശിയോ അച്ഛനോ വല്ലതോ ഈ കാഴ്ച കണ്ട, നമ്മൾ തമ്മിലുള്ള സംസാരം കേട്ടാ പിന്നെ ഈ രാധിക ഉണ്ടാവില്ല. ശരി ശരി, പക്ഷെ എനിക്ക് സംസാരിക്കണം. തന്റെ തീരുമാനം അറിയണം. നാളെ വന്നേ പറ്റൂ. ശരി. പോകായിരുന്നില്ലേ നിനക്ക്? എങ്ങനെ നിനക്ക് ഇതിനൊക്കെ സാധിക്കുന്നു? ഇവള് വിളിച്ചു വരുത്തിയതാ. അല്ല, മിണ്ടിപ്പോവരുത്. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയതെന്ന് ഒന്ന് കണക്കുകൂട്ടി നോക്ക്. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവളായിരുന്നല്ലോ നീ ഇതുവരെ. ഇപ്പോഴും നീ കഷ്ടപ്പെടുന്നുണ്ട് ആറ്റുവാശ്ശേരിയുടെ അന്തസ്സില്ലാതാക്കാൻ. യശോദേ, എന്താ ഇവിടെ? എന്താ കാര്യം? അത് ഇവളുടെ മനസ്സ് വല്ലാതിരിക്കല്ലേ. നോക്കണമെന്ന് ഞാൻ യശോദയോട് പറഞ്ഞിരുന്നു. മുറിയിൽ കണ്ടില്ല. ചെന്ന് നോക്കിയപ്പോ വീടിന് പുറത്ത് നിൽക്കുക. മനസ്സിൽ എന്തെങ്കിലും തോന്നി അബദ്ധം എന്തെങ്കിലും കാണിച്ചാലോ എന്ന് പേടിച്ചു. എന്താ മോളെ ഇത്? പോയി ഉറങ്ങാൻ നോക്ക്. നിങ്ങൾ പോയി കിടന്നു യശോദേ. തല്ലാനും കൊല്ലാനും ഒന്നുമല്ല, പറഞ്ഞു മനസ്സിലാക്കാനാ. തൊണ്ടയിൽ പഴുത്ത വിഴുങ്ങാനേ പറ്റൂ. കള്ളം പറഞ്ഞത് നിന്നെ രക്ഷിക്കാനല്ല, എന്റെ മകനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ.
ആറ്റുവാശ്ശേരി കുടുംബത്തിനോട് നിനക്ക് ഇനി ഒരു ബന്ധവുമില്ല. നോളം നേരം വെളുക്കുമ്പോ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. അല്പമെങ്കിലും ദയവ് ആ കയറി പോയവനോടുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി പോടി. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവളായിരുന്നല്ലോ നീ ഇതുവരെ. ഇപ്പോഴും നീ കഷ്ടപ്പെടുന്നുണ്ട് ആറ്റുവാശ്ശേരിയുടെ അന്തസ്സില്ലാതാക്കാൻ. ആറ്റുവാശ്ശേരി കുടുംബത്തിനോട് നിനക്ക് ഇനി ഒരു ബന്ധവുമില്ല. നോളം നേരം വെളുക്കുമ്പോ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. അല്പമെങ്കിലും ദയവ് ആ കയറി പോയവനോടുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി പോടി. ആകെക്കെടുകളുടെ ഒരു കൂടാരമാണ് ഞാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടുത്തി എനിക്ക് പോകേണ്ടി വരില്ലായിരുന്നു. വഴി കിടന്നൊരു കുഞ്ഞിനെ എടുത്ത് വളർത്തി ഇത്രയാക്കിയിട്ട് നന്ദികേട് കാണിക്കാൻ എനിക്ക് വയ്യ. ഞാൻ കാരണം ആരും കരയരുത്. പ്രിയങ്കയുടെ ജീവിതം ഇല്ലാതാവരുത്. ഞാൻ ഇറങ്ങും. നന്ദിക്കോയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.